വെൽക്കം ബാക്ക് ടു ആർട്ട് ഓഫ് ബീങ് ഹാപ്പി. ഞാനിങ്ങനെ വാട്ട് ട്രൂലി മേക്സ് അവർ ലൈഫ് ഹാപ്പി എന്നുള്ളതിനെ കുറിച്ച് അന്വേഷിച്ചുള്ള യാത്രയിലാണ് എപ്പോഴും. അതിനുള്ള ഒരു ഉത്തരം കണ്ടെത്തിയത് ഈ അടുത്ത കാലത്ത് കണ്ട ഒരു പാകിസ്ഥാനി സീരിയലിലൂടെയാണ്. ഒരു സെൽഫ് ഹെൽപ്പ് ബുക്കിന് പോലും തരാൻ പറ്റാത്തത്ര സന്തോഷവും സമാധാനവും എനിക്കിത് കണ്ടപ്പോൾ കിട്ടി. അതിനാൽ ഇന്ന് നിങ്ങളോട് ഇതിനെക്കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചു. പർവരിഷ് എന്നാണ് ഈ ഡ്രാമയുടെ പേര്. 3 ജനറേഷൻസ് ഉള്ള ഒരു ജോയിന്റ് ഫാമിലിയുടെ കഥയാണിത്. ഈ 3 ജനറേഷൻസിനുള്ള മെസ്സേജും ക്ലിയർ ആയി കാണിക്കുന്നുണ്ട്. ഫാമിലി മെമ്പേഴ്സ് തമ്മിലുള്ള ബോണ്ടിങ്, റിയൽ പേരന്റിങ്, ജെൻസി ഇഷ്യൂസ്, പിന്നെ ഓരോ ഏജിലും നമ്മൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത്, ഇതെല്ലാം അത് വളരെ ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഈ ഒരു ഡ്രാമ എന്റെ മനസ്സിൽ എന്തുമാത്രം സ്വാധീനം ചെലുത്തിയെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. ഓരോ എപ്പിസോഡും നമ്മളെ ചിരിപ്പിക്കുകയും ഒപ്പം കരയിക്കുകയും ചെയ്യും. ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ മനസ്സിന് വളരെയധികം സന്തോഷവും സമാധാനവും തോന്നുന്നു. നമ്മൾ ഒന്ന് മനസ്സിലാക്കാനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും ആവശ്യമുള്ള സ്നേഹബന്ധങ്ങളാണ്. സ്നേഹബന്ധങ്ങൾ ഉണ്ടെങ്കിൽ മറ്റുള്ള കാര്യങ്ങളെല്ലാം സെക്കൻഡറിയാണ്. ദിസ് ഇസ് മൈ തോട്ട്. ഇഫ് യു ഹാവ് ടൈം പ്ലീസ് ഡു വാച്ച് ഇറ്റ്. യു വിൽ നെവർ ബി ഡിസപ്പോയിന്റഡ്. ഇന്നത്തെ ഡിഷ്, ഇന്ന് ഞാനൊരു ബീട്രൂട്ട് മെഴുക്കുവരട്ടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു പാനിൽ എണ്ണ ചൂടാക്കി അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുന്നു. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ജീരകം, വെളുത്തുള്ളി, ഒരു പച്ചമുളക്, ഒരു തണ്ട് ഗ്രീൻ ലീഫ്, ഒരു മീഡിയം സൈസ് സവാള, ഒരു മീഡിയം സൈസ് ബീട്രൂട്ട് ഇങ്ങനെ ചെറുതായി സ്ലൈസ് ചെയ്ത് വെക്കുന്നത് ഉപ്പ് ആഡ് ചെയ്തിട്ട് ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുന്നു. അതിനുശേഷം നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെച്ച് വേവിക്കണം. മീഡിയം ടു ലോ ഫ്ലെയിം ആയിരിക്കണം. അടച്ചു വെച്ച് വേവിച്ചിട്ട് ഏകദേശം 8-9 മിനിറ്റ് ആയി. നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് ഇനി ഇതിനെ ഒരു 5 മിനിറ്റ് കൂടെ അടച്ചു വയ്ക്കാം. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം അടപ്പ് വെച്ച് അടച്ചു വെച്ചിട്ട് 5 മിനിറ്റ്. ഇനി നമുക്ക് അടപ്പ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്യണം. ബീട്രൂട്ട് മെഴുക്ക് പുരട്ടി റെഡിയായി. അപ്പോൾ നമ്മൾ എത്ര പെട്ടെന്നാണ് ഈ ബീട്രൂട്ട് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കിയതെന്ന് കണ്ടില്ലേ? ഇത്ര സിമ്പിളാണ്. സിമ്പിൾ ആണെങ്കിൽ പോലും വളരെ ടേസ്റ്റിയാണ്. നമുക്ക് പച്ച ചോറിൻ്റെ കൂടെ പോലും ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. മാത്രമല്ല അതിങ്ങനെ ചോറിൻ്റെ കൂടെ മിക്സ് ചെയ്യുമ്പോൾ ആ കളറും കൂടെ ആകുമ്പോഴത്തേക്കും കുറച്ചുകൂടി ഒരു ഹാപ്പിനെസ് വരും കഴിക്കാൻ. അത്രയേ ഉള്ളൂ. സാധാരണ ഞാൻ പറയാനുള്ളത് പോലെ എപ്പോഴും ഞാൻ ഷെയർ ചെയ്യുന്നത് എളുപ്പം ഉണ്ടാക്കുന്ന റെസിപ്പീസ് ആണ്. എന്നാലും കഴിഞ്ഞ ആഴ്ച ഞാനിട്ട ഫിഷ് കറി കുറച്ച് അത്രയ്ക്ക് എളുപ്പമായിരുന്നില്ലെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇപ്രാവശ്യം ഇത് ഇത്ര എളുപ്പമുള്ളവരുടെ ഇടാന്ന് വിചാരിച്ചത്. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. സീ യു ലേറ്റർ. ബൈ ബൈ.